ഇവളെങ്ങനെ അയാളെ മയക്കെടുത്തെന്നറിയില്ല. അകത്തേക്ക് പോ സുന്ദരി. കരീന, സ്വർണത്തിളക്കം സ്വർണത്തിളക്കം ജ്വല്ലറി, ജിഞ്ചിലക്കം ജില്ലിച്ചിലക്കം ജ്വല്ലറി. ഓഫീസർ എന്താ പറ്റിയത്? സ്വപ്നത്തിൽ പ്രേതത്തിനെ കണ്ട പോലെ ചെയ്യുന്നേ? അല്പം ഒന്ന് തെറ്റിയിരുന്നെങ്കിലേ പേ പിടിച്ച നായില്ലേ ഇറച്ചിക്കടല ചൗ കടിച്ചു മാറ്റുന്നത് പോലെ സ്വപ്നത്തിൽ സുകുമാരനാരായണനെ കടിച്ചു കയറാൻ വന്നു. അതിന്റെ വെപ്രാളവാ കണ്ടത് MD സാറേ. ഇതറിഞ്ഞിരുന്ന ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വരായിരുന്നു. അരമണിക്കൂർ ലേറ്റ് ആവുന്നോ? ഓഹോ, അത്രയ്ക്കായോ? നിങ്ങൾ കാരണം, എല്ലാം നിങ്ങൾ ഒരുത്തൻ കാരണമാ. ഞാൻ കാരണമാ? എല്ലാം ഞാൻ കാരണമാ പോരെ? ഇതെന്തോന്ന് കളിയാ? ചെയ്ത തെറ്റെല്ലാം ഒരുമാതിരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 5000 രൂപ ആഗ്രഹിച്ച് അവസാനം എന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി. സാർ ആ പെണ്ണിനെ കണ്ടപ്പോ എന്നെ വെറും 7ാം കൊല്ലിയാക്കി. ആ സുകുമാരൻ നായർ എന്ത് വർത്താനം പറഞ്ഞെന്നറിയാവോ? മിണ്ടിത്തുറന്ന പെണ്ണുങ്ങളെ പോലെ കരയുന്നല്ലോ. BTS എഫക്റ്റിലാ മനസ്സിലവള് കരയുന്നത്. പ്ലീസ് പ്ലീസ് മനസ്സിലാക്കണ എന്നെ. ആ കരീനയെ എന്റെ ഒരു സെറ്റപ്പാക്കി ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ താമസിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇനി എന്റെ ഈ ജന്മം കരീനയ്ക്ക് മാത്രമാണ്. എന്റെ ജീവിതം നിന്റെ കയ്യിലാണോ ഉള്ളത്, അതുപോലെ നിന്റെ ജീവിതം എന്റെ കയ്യിലാണോ ഉള്ളത്. ഞാൻ എന്തുവാ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ചിരിക്ക് വേണേ കുറച്ച് ഇക്കിളിയും കൂടി ഇട്ട് തരാം. ചിരിച്ചു മരിക്ക്. ഓഫീസർ ഒരു കാര്യം ചെയ്യേ, നാളെ ഒരു പുതിയ ക്ലയന്റിനെ കൊണ്ടുപോവാ. അടുത്ത സെക്കൻഡ് തന്നെ സുകുമാരൻ നായരനെ കട്ട് ചെയ്ത് കളയാം. എങ്ങനെയുണ്ട് ഐഡിയ? താങ്ക് യു MD സാർ. ഇപ്പൊ തന്നെ ഒരു പുതിയ ക്ലയന്റിനെ കൊണ്ടുവരാൻ ഞാൻ. ഒരു നിമിഷം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ, എനിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്? ഓ അത് ശരി, ഇതിനു വേണ്ടിയാണോ ചുറ്റി വളച്ച് മൂക്കെ പിടിക്കാൻ നോക്കിയത്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വന്നിരിക്കുകയല്ലേ, തുറന്നു പറ, ചെയ്യാം. ആമ്പിള്ളേർ കാശ് ബാറിൽ ചെലവാക്കുമ്പോ പെമ്പിള്ളേർ ഇങ്ങനെ കാശ് ചെലവാക്കുന്നു. ഗാനഗോകുലം ജൂനിയർ ചിത്രചേച്ചി ഇരിപ്പുണ്ടോ? പറയൂ മാഡം. കല്യാണ കൺഗ്രാറ്റ്സ്. അതിന് ഞാനെന്ത് വേണം? ആദ്യ രാത്രിക്ക് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി 1500 രൂപ തന്നാൽ വളരെ നന്നായിരുന്നു. ഹലോ, എന്താ കളിയാക്കാ? അല്ലാതെ ഇപ്പൊ കല്യാണരാമൻ എന്ന് പറഞ്ഞ് സംസാരിച്ചില്ലേ, AAA ചാനൽ MD അഴകരാജൻ സാർ നിങ്ങൾക്ക് വേണ്ടി തന്നുവിട്ടതാ. I love you. ഇതെന്താ ടൈലർ ആരാ നോക്കുവാണോ? ഇത് റെഡിമേഡാ. എന്താ ഇത്? എന്തിനാ ഇതൊക്കെ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ, എത്ര ചങ്കൂറ്റി ഉണ്ടായിട്ടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നേ? പോത്തുപോലെ വലുതായല്ലോ. നിങ്ങൾക്കൊന്നും ഒരല്പം പോലും വിവരമില്ലേ? എന്താ മിണ്ടാതിരിക്കുന്നേ? ശരി, അയാൾക്കോ ബോധമില്ല, തനിക്കെങ്കിലും ബോധം വേണ്ടേ? അയാൾ കൊടുക്കാൻ പറഞ്ഞ എന്താ ഏതാന്നൊന്നും വായിച്ചു പോലും നോക്കാതെ അങ്ങനെ കൊടുത്തരോ? അൺഎഡ്യൂക്കേറ്റഡ് ഫെല്ലോസ്. അല്ല പ്രിയേ, കണ്ട ഉടനെ ഐ ലവ് യു എന്ന് പറയണമെന്ന് തോന്നി. അതാ ബൊക്കയിൽ എഴുതി ഡ്രൈവറിന്റെ കൊടുത്തുവിട്ടെ. നിങ്ങൾ ഐ ലവ് യു പറയണമെന്ന് വിചാരിച്ചാലൊന്നും തെറ്റില്ല. അത് ഈ ബൊക്കയിൽ എഴുതി ഡ്രൈവറിന്റെ അടുത്ത് കൊടുത്തു വിട്ടില്ലേ, അതും തെറ്റല്ല. എന്നാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതി തന്നില്ലേ, അതാ തെറ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടു. ഐ ലവ് യു, ഇത് ശരിയാണല്ലോ പ്രിയ? എന്ത് ശരിയാണെന്ന്? ഐ ലവ് യു സ്പെല്ലിംഗ് പറഞ്ഞേ. സ്പെല്ലിംഗ് വേഗം വേണം. ഐ LOVE യു. എന്ത് യു? വൈ യു? യു ആണ് യു. യു ഈ യു അല്ല. പൊട്ടത്തിൽ എഴുതി വെച്ചിട്ട് പൊട്ടനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി ഇംഗ്ലീഷ് എഴുതുന്നവരെ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. ഗെറ്റ് ലോസ്റ്റ്. സംഗതി കൊള്ളാമല്ലോ. SMS എല്ലാം അയക്കുമ്പോ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുമ്പോഴും ഗുഡ് മോർണിംഗിന് GM എന്നും ടേക്ക് കെയർ TC എന്നും പുരികത്തിന് പൂട പറിക്കുന്നത് പോലെ ഇംഗ്ലീഷിനെ ഡ്രിം ചെയ്യുന്നത് ഈ പെണ്ണുങ്ങൾ തന്നെയല്ലേ? ഇതുപോലും അറിയാൻ മേലാത്തൊരു പൊട്ടി പെണ്ണാണല്ലോ സാറിന്റെ വധു. ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം MD സാറേ, നിങ്ങളുടെ ആളൊരു പഴഞ്ചൻ വണ്ടിയാണെന്നാ തോന്നുന്നേ. ഓഫീസറെ, ഓൾഡ് ഈസ് ഗോൾഡ്, ഗോൾഡ് ഈസ് മൈ ഡാർലിംഗ് ദേവപ്രിയ. ഒരു പൗർണമി നിലാവിൽ ഓപ്പൺ ആയിട്ട് ഒരു കിണർ, കല്യാണ ഡ്രസ്സിൽ എന്റെ ആള്, അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല്, ഒരു കയർ കട്ടിലില് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്.
ഇതൊന്നും നടന്നു കിട്ടിയ എങ്ങനെ ഉണ്ടാവും? ആഹാ. നടക്കും. അതിന്റെ കൂടെ വേറൊന്നും കൂടെ നടക്കും. ഫസ്റ്റ് നൈറ്റിൽ ഫുൾ മൂഡിൽ നിങ്ങൾ കുടിച്ച പാലിന്റെ പകുതി കൊടുക്കുമ്പോ പാലിന് പി വരുമോ അതോ എമ്മ വരുമോ അങ്ങനെ നിങ്ങളോട് ചോദിക്കുമ്പോ പാവം നിങ്ങളാണ് ഇംഗ്ലീഷിൽ വീക്കുക. ജീവിതാവസാനം മുഴുവനും ഇംഗ്ലീഷിൽ ഡൗട്ട് ചോദിച്ച് നിങ്ങളുടെ ഓട്ട നിക്കറോൾ വലിച്ചു കീറി. ഓഫീസറെ, എന്റെ ആളിനെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്താ അധികാരം? ഞാൻ എന്തെങ്കിലും നിന്റെ ആൾ സുഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ആള് സുഖുവോ? അതാ സുമാരൻ നായർ. സുഖമോ? എന്റെ ആള് എല്ലാം നിങ്ങള്. ഇപ്പൊ തന്നെ ഞാൻ പോവാ. ഒരു പുതിയ ക്ലയന്റിനെ കണ്ടിട്ടേ ഈ തിരുമുഖം കാണാൻ ഞാൻ വരികയുള്ളൂ. പോടാ പോടാ. പ്രിയ, രാജ ഇത്രയും നേരമായിട്ടും പോയില്ലേ? സംസാരിക്കണം തന്നോട്. എന്നാ പറഞ്ഞോളൂ. തനിച്ച്. ഡ്രൈവർ മാഡം, ഒരു 10 ഫീറ്റ് മാറി എന്നെ ഫോളോ ചെയ്യണം. പ്രിയ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു? അതെ, ഇംഗ്ലീഷ് മീഡിയം. എന്നാ കേട്ടോ, ഞാൻ മലയാളം വീക്കാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ മലയാളത്തിലേ കവിതയൊക്കെ എഴുതാറുണ്ട്. ഓ, അത് കൊള്ളാലോ. എന്നാ ഒരു കവിത കേക്കട്ടെ. ഇന്നലെ രാത്രിയില് ഒരു പ്രണയ കവിത എഴുതി. അത് കേട്ട് കഴിഞ്ഞാ പൊട്ടിപ്പോയ പ്രേമം പോലും ഒന്നായി ചേരും. അതറിയോ? യഥാർത്ഥ സ്നേഹാണെങ്കിൽ മാത്രം. എന്നാ വേഗം പറ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇരുഹൃദയം ഒരു ഹൃദയം ആകുന്നു. ഇരുഹൃദയം ഒരു ഹൃദയം ആകുന്നു. ആ ഒരു ഹൃദയം പൊട്ടി തകരുന്നു. ആഹാ, ഒന്നിനും കൊള്ളാത്ത കവിതയാണല്ലോ. എന്താ പറഞ്ഞേ? അല്ല, നല്ല കവിതയാണെന്ന് പറയായിരുന്നു ഞാൻ. താങ്ക്സ്. എനിക്ക് നിന്നോട് വളരെ ദേഷ്യ പ്രിയേ. എന്തിന്? പിന്നല്ലാതെ സാധാരണയായിട്ട് തന്നെ നീ സുന്ദരിയാണല്ലോ. അതിന്റെ ഇടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യം കൂട്ടിട്ട് വന്ന ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? അയ്യോ, ഞാൻ ഒന്നും ചെയ്തില്ല. ഓൺലി ത്രെഡിംഗ്, ഫേഷ്യൽ, മാനിക്യൂർ, പെഡിക്യൂർ, ഹെയർ കട്ട്, ഹെയർ കളർ, അത്രേ ഉള്ളൂ. അയ്യോ, അത്രേ ഉള്ളൂ? എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഓക്കെ രാജ, ഞാൻ പോണു. പ്രിയ, ഒരു മിനിറ്റ്. ഞാൻ പ്രപ്പോസ് ചെയ്തിരുന്നു, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാ പോകുന്നേ. ഇയാൾക്കൊരു സ്പീഡ് ബ്രേക്കർ വേണം. സ്പീഡ് ബ്രേക്കറൊക്കെ ആവശ്യമാണോ? ഒരു ദിവസം സമയം എടുത്ത് ആലോചിക്കേ. ഞാൻ വേണേ വെയിറ്റ് ചെയ്യാം. നോ താങ്ക്സ്. ഓക്കെ, ശരി. ഡ്രൈവർ, ബൈ പ്രിയ. പാല് കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, പക്ഷെ പൊങ്ങുന്നില്ലല്ലോ. എന്താ ചെയ്യുന്നത്? മംഗളം ചിറ്റ് ഫണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഓണർ സത്യമൂർത്തി. എന്താ ഓഫീസറെ പെട്ടെന്നൊരു ഉത്തരവാദിത്ത ബോധം? ശമ്പളത്തിൽ ഒരെമൗണ്ട് മിച്ചം പിടിച്ച് ഫൈനാൻസിലിടാൻ പോവാണോ? ശമ്പളവും ഈ സംഗതി ഞാൻ കേട്ടതല്ലാതെ ഇതുവരെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എം ഡി സാറേ. ഒരേ ഒരു പ്രാവശ്യം ഓഫീസിൽ ആയുധ പൂജയ്ക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ള പണം ഇല്ലെന്ന് ചോദിച്ചപ്പോ കമ്മ്യൂണിസം പറയുന്നതെന്ന് ചോദിച്ച് ജോലി ഇട്ടിട്ട് പോകുന്നെന്ന് പറഞ്ഞ വെരട്ടി. എം ഡി സാറേ, വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവരാ നമ്മുടെ പുതിയ ക്ലയന്റ്. പുതിയ ക്ലയന്റോ? എവിടെ, എപ്പോ, എങ്ങനെ? സോ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്. മംഗളം ഫൈനാൻസ് മൂർത്തി ചേട്ടൻ്റെ അടുത്ത് നമ്മളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. നേരെ അവിടെ അങ്ങ് ചെല്ലുക, ആട് കൺഫേം ചെയ്യുക. അപ്പച്ചോ നമസ്കാരം. നന്നായി വരും കുഞ്ഞ്. എം ഡി സാറേ, അങ്ങോട്ട് നോക്കിക്കേ. എപ്പോ നോക്കിയാലും പ്രാർത്ഥനയിൽ തന്നെ അദ്ദേഹം. എല്ലാരും ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത്. നീ കൊണ്ടുവന്ന ക്ലയന്റ് ആയതുകൊണ്ട് ഓവർ ബിൽഡപ്പ് ഒന്നും വേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്യിച്ച കൊച്ചുങ്ങളെ. ചേട്ടാ, ഒന്നും കുഴപ്പമില്ല. നിങ്ങളെ പോലെ ഒരാൾ ഞങ്ങൾക്ക് വൈൻ ഷാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പെങ്ങിനെ പോലെ. നിങ്ങൾക്കായിട്ട് എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ കാത്തിരിക്കാം. മക്കളെ, പണം മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ഈ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത്. മനസാക്ഷിയോടെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതറിയുവോ? തലമുറകളായി കോടിക്കണക്കിന് സ്വത്തുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വത്ത് ഒരു ട്രസ്റ്റ് മൂലം കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങളിൽ, മിഡിൽ ക്ലാസ് ജനങ്ങളിൽ കൊണ്ടെത്തിക്കണമെന്നാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വായിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം മക്കളെ. പിന്നെ എന്നാ സാറേ, നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ചാകുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനും എന്റെ എം ഡി സാറും ഉണ്ടാവും. നന്നായി വരൂ മക്കളെ. അനുഗ്രഹിച്ചാലും സാറേ. എന്നെ പോലെ നിങ്ങളും സേവനം ചെയ്യുന്ന മനോഭാവത്തോടെ 5 പൈസ മേടിക്കാതെ ചെലവില്ലാതെ ഈ പരസ്യം ചെയ്യാവുന്ന 2 പേര് സമ്മതിച്ചല്ലോ. ചെറുപ്പക്കാരാണെങ്കിലും മനസ്സുകൊണ്ട് 2 പേരും വലിയ ആൾക്കാരാണ്. മൂർത്തി ചേട്ടൻ ഇങ്ങനെ സംസാരിക്കൂ, പക്ഷെ അവസാനം നമുക്ക് അനുകൂലമായിട്ടേ വരൂ. അല്ല മക്കളെ, ഇതന്നെ നമ്മൾ 2 പേരും സംസാരിച്ചോണ്ടിരിക്കുന്നേ. നിങ്ങളുടെ MD വാ തുറക്കുന്നേ ഇല്ലല്ലോ.
ആ സോപ്പ് പൊട്ടിയേ നിങ്ങളുടെ സ്വന്തം ജയഭാരതി ഉപയോഗിച്ചതാണോ? ഒരുപാട് പഴക്കമുണ്ടല്ലോ. മോനെ, ഞാനൊരു ദൈവവിശ്വാസമുള്ള സ്വാമിയാ, വൃത്തികെട്ട ബ്രഹ്മചാരിയല്ല. ആ സോപ്പ് വെട്ടിയേ ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയതാ. കണ്ട അവിടെ ഇരിക്കുന്ന കണ്ടോ ശാന്തമൂർത്തി, ഇവൻ 2ാം പ്രൈസ് മേടിക്കുന്നവനായിരുന്നു. ചേട്ടാ 100 മീറ്റർ ആയിരുന്നു 200 മീറ്റർ ആയിരുന്നു എടുത്തു പറയേണ്ട കാര്യം എന്താ? എം ഡി സാർ, സാർ ക്ഷമിക്കണം. ഈ എം ഡി സാർ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു. ഇനിയൊരു സമയത്ത് വന്നിട്ട് വ്യക്തമായിട്ട് സംസാരിക്കാം. അപ്പൊ ഞാൻ പോയിട്ട് ശരി, വരട്ടെ. ശരി. നന്നായി നമസ്കാരം ചേട്ടാ, പോയിട്ട് വരാം. എം ഡി സാർ അവിടെ നിന്നേ. സാറേ അവിടെ നിന്നേ. സാർ ഈ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് പോയ എങ്ങനെയാ? എടാ, അയാൾ 5000 രൂപ തന്നത്, ഇവൻ കാശ് പോലും തരാതെ ഹോസ്റ്റലിൽ പരസ്യം ചെയ്യാൻ പറയുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ വീണ്ടും കരീന ചോപ്രയെ മാറുന്നു, വീണ്ടും നമ്മളൊരു പരസ്യം ചെയ്യുന്നു. എന്റെ അത്ര തന്നെ. പൊന്നു സാറേ, ഒന്ന് നിൽക്കേ. ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് കേക്ക്. മൂർത്തി ചേട്ടൻ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ആഡ് എടുത്ത് കൊടുത്താൽ ജീവൻ പോകുന്ന സമയത്ത് നമ്മളെ വിളിച്ച് സ്വത്ത് നമ്മുടെ പേരിൽ എഴുതി തരും. മൂർത്തി ചേട്ടൻ അവസാനം നമുക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കും. ഇനി ഇതെല്ലാം വിട്ട് ഈ കരുണ ചോപ്രയെ കൊണ്ട് ബിസിനസ് ചെയ്യാൻ നാണമില്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യണം? അങ്ങനെ ചോദിക്ക്. ഈ നാട്ടിൽ തന്നെ 4 പേരറിയാവുന്ന ഒരു VIP യെ കണ്ടുപിടിക്കുക. ആടിന് ആവശ്യമുള്ള മൊത്തം ചെലവ് അവന്റെ തലയോട്ട് കെട്ടിവെക്ക്. ആഡ് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു തീർത്തിട്ട് വിജയ് കൂടി പറപ്പിക്ക്. മൂർത്തി ചേട്ടനെ അവസാനം ചാക്കിലാക്കണം. എന്നിട്ട് ലൈഫ് സെറ്റിൽ ആകണം. VIP. യെസ്. നമസ്കാരം. 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 രൂപ 1000 മുതൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 1 വർഷം കൊണ്ട് 2 ഇരട്ടിയാകുന്നു. അതിന് ഞാൻ ഗ്യാരണ്ടി. മംഗളം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിൽ കുറഞ്ഞ നാൾ കൊണ്ട് കൂടുതൽ വരുമാനം ലഭിക്കുവാൻ ഞാൻ ഗ്യാരണ്ടി. മംഗളം ചിറ്റ് ഫണ്ട്സ് ആൻഡ് ഫിനാൻസ് മൂലം നിങ്ങൾക്ക് നല്ല ഭാവി ലഭിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി. ചുരുക്കി പറഞ്ഞാൽ മംഗളം ചിറ്റ് ഫണ്ട്സിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ ഗ്യാരണ്ടി. എന്തായാലും കൊള്ളാം. ഞാൻ തന്നെ ചെയ്യണമെന്ന് വാശി പിടിച്ച് എന്നെ വെച്ച് തന്നെ ആഡ് ഫിലിമും ചെയ്തു. നിങ്ങളുടെ ബൈക്കിലും എന്നെ ഡ്രോപ്പ് ചെയ്തു. സന്തോഷായില്ലേ? എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചേ? എനിക്കുള്ള സന്തോഷത്തില് ഞാൻ നിന്നെ എന്നാ ശരി, ലേറ്റ് ആവുന്നു, ഞാൻ പോയിക്കോട്ടെ. അല്ല പ്രിയ, അത് പിന്നെ ആടില് അവസാനമായിട്ടൊരു ഡയലോഗ് നിങ്ങൾ പറഞ്ഞില്ലേ, സൂപ്പർ ആയിരുന്നു. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. എന്താ മോഡുലേഷൻ, എന്താണ് പെർഫോമൻസ്. അയ്യോ, അതിങ്ങനെ എന്റെ കണ്ണിന്റെ അകത്തങ്ങ് നിൽക്കുകയാണ്. അതോരേ ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് പറയാം പ്ലീസ്. എനിക്ക് വേണ്ടിട്ട് പ്ലീസ് പ്ലീസ്. എന്നെ കൊണ്ട് പറ്റില്ല. ശരി എന്നാ ഞാൻ പോയേക്കോ, ശല്യം ചെയ്യുന്നില്ല. താങ്ക്സ്. രാജ പറയുന്ന കേക്ക്, ഞാനിപ്പോ ചെയ്യാം. മംഗളം ചിറ്റ് ഫണ്ട്സിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ ഗ്യാരണ്ടി. സൂപ്പർ 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 ആയിട്ടുള്ളൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യോ സോറി സോറി സോറി. സൂപ്പർ കൈ സൂപ്പർ സൂപ്പർ സൂപ്പർ. സന്തോഷം വന്ന കണ്ണ് കാണാൻ പറ്റില്ലെന്ന് പറയും. എനിക്ക് കൈയും കാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്ര നന്നായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞേ. നമ്മൾ തന്നെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നാട്ടുകാർ പറയണം. അയ്യോ, ജനങ്ങൾ തീർച്ചയായും നല്ലതാണെന്ന് പറയൂ. അതിന് ഞാൻ ഗ്യാരണ്ടി. ഐ ലവ് യു പ്രിയ. യു. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. എപ്പോ തോന്നും? എപ്പോ വേണമെങ്കിലും തോന്നാം. ഇപ്പൊ തോന്നാം, പിന്നെ തോന്നാം, വേണമെങ്കിൽ രാത്രി 12 മണിക്കും തോന്നാം. എന്തേ? എപ്പോ തോന്നിയാലും ഒരേ ഒരു മിസ് കോൾ അടിക്കാവോ? അപ്പൊ തന്നെ ഓടി വന്നേക്കാം. മിസ് കോൾ എന്തിനാ? മിസ് കോൾ ഫോൺ ചെയ്യാലോ. ആണോ? തോന്നിയാ മാത്രം. അയ്യോ. താങ്ക്സ് മോളെ.